ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുമ്പേ ദിസ് ഈസ് സ്മാർട്ട് ഡിയൻസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗായ്സ് ഞാനാണ് വന്നിട്ട് എണ്ണാൻ വേണ്ടി പോണത്. നമുക്ക് എണ്ണയിട്ട് ബാക്കി എടുക്കാം. ഗായ്സ് ഒരുത്തി വന്ന് കയ്യിൽ വിട്ട് വന്ന്, ബാക്കിയുള്ളവന്മാർ ഇവിടെ എവിടെയൊക്കെയെങ്കിലും കാണും. പറഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന ആൾക്ക് അത് ക്യാപ്ചറിനെ സഹായിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അത് കളി അല്ലേ. നമുക്ക് ആദ്യം തന്നെ അന്നുകൊണ്ട് ഒരുത്തി നിൽക്കണം. ഒരുത്തി കണ്ടിട്ടുണ്ട്. ആദ്യം താഴോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. താഴോട്ടില്ലല്ലോ, താഴോട്ട് എല്ലായിടത്തും നമ്മൾ സൈലൻസിക് പാട്ട് വണ്ടി പറഞ്ഞായിരുന്നു എല്ലായിടത്തും ഉണ്ടെന്ന്. ഇവിടെ ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് താഴോട്ട് പോവാം. താഴോട്ടില്ലല്ലോ ഗായ്സ്. അപ്പൊ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ല. അപ്പൊ നമ്മളപ്പോ തിരിച്ചു പോണ്. അവര് ഇവിടെ ബാക്കിൽ കയറി ഒളിച്ചെന്നാണ് പറയണേ. അതായത് ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞതാണ്. പിന്നെ അവിടെ താഴെ 2 ഉമ്മച്ചായിരുന്നു. അടുത്ത് നമ്മൾ ചോദിച്ചു പറഞ്ഞു അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. നമുക്ക് പോയി നോക്കാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതിനെ ഇവിടെ അടുത്ത ഒരാളും കൂടി ഉണ്ട്. അങ്ങോട്ടെന്നാണ് തോന്നുന്നത്. അങ്ങോട്ടെന്നല്ല, അവിടെ തന്നെ ആയിരിക്കും. കാരണം ഒരാളെങ്കിലും അങ്ങോട്ട് പോകാൻ ആണെങ്കിൽ കാറിന്റെ ബാക്കിലല്ലേ കാണും. നോക്കാം. അടുത്ത ആരാണ്? എന്നാ ഫർഹ. അതെ ഗൈസ്, സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഇവ അവിടോട്ട് പോയെന്ന് വിചാരിച്ച് വന്നതാണ്. എന്നാണ് സൗണ്ടൊന്നും കേട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെക്കാണെന്ന് വിചാരിച്ചു. അപ്പം സ്ഥലം മാറണമല്ലോ എന്നും പറഞ്ഞിട്ട് പോയതാണ്. വീടിൻ്റെ അകത്ത് കാണാൻ പോയതാണ്. അപ്പം തന്നെ അവ എണ്ണി കഴിഞ്ഞതല്ലേ ഗൈസ്. ഞാൻ വന്നിട്ട് അത് വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ ഗൈസ് ഇനി അവളാണ്. ഹലോ ഗൈസ്, അപ്പം നമുക്ക് എണ്ണീട്ട് നമുക്ക് ഇനി വിളിക്കാം ഗൈസ്. എന്നിട്ട് ഇനി നമുക്ക് കാണിക്കാം. നമ്മൾ ഇവിടെയാണ് എണ്ണ പോകുന്നത്. ടാറ്റാ. ഒരുത്ത അവിടെ ഇരുന്ന് പുലിമുരി കഴിച്ചു. ടാറ്റാ ടാറ്റാ. പിടിച്ചിരിക്കും. സാറ്റില്ലല്ലോ മോനെ. സാറ്റില്ലല്ലോ മോനെ. സ്ഥലം എന്തോ മാറിയെന്ത്. നമുക്ക് ഞാനിനി കുറച്ച് കഴിഞ്ഞിട്ട് എണ്ണീട്ട് വിളിക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ എന്നെ തീർന്നിട്ടുണ്ട്. ഇവന്മാരെ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് അവിടെ നിന്ന് ഒരു ചിരട്ടെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അയാളെ പോയി കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. സയനെ കണ്ടു. നിങ്ങൾ കണ്ടാന്നറിയില്ല. എന്താണ്ട് അവിടെ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ആദ്യം പോവാം. ഉണ്ടോ ഗൈസ്? ഈ ചെടിയുണ്ടോ? നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചെടി കാണാൻ. അത് നമുക്ക് പോയിട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ബാക്കിയാണ് സംസാരിക്കാം. ആഹിനെയാണ് കേട്ടോ കണ്ടത്. ആഹി എന്നെ ഹെൽപ്പ് ചെയ്യണം. ആരോ ബാക്കിലോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ബാക്കിലോട്ട് പോവാം. ഫസ്റ്റ് നീ. ഓക്കെ, ഐറായെ കണ്ടിട്ടുണ്ട്, അഹദിനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അഹദിനെയും കണ്ടിട്ടുണ്ട്, ഐറാനെയും കണ്ടിട്ടുണ്ട്. അടുത്ത് മുഹമ്മദ് സയാനാണല്ലേ. എല്ലാവരും ഇങ്ങോട്ട്. അഹദ് വാ കാറിൻ്റെ ബാക്കിൽ നിന്ന്. സയാനെ ഞാൻ കണ്ടില്ല. നീ അങ്ങോട്ട് ഇറങ്ങി വരണത് കണ്ട് ഞാൻ. നമുക്ക് സയാനെ പോയി നോക്കാം. സയാനെ കണ്ടു. അപ്പം നമുക്ക് ആഹിയാണ് ഇനി എണ്ണാൻ പോകുന്നത്. എൻ്റെ കളറി കഴിഞ്ഞിട്ടുണ്ട്. ഗായ്സ് അപ്പോൾ ഞാൻ എണ്ണിയിട്ട് കഴിഞ്ഞാൽ ഗായ്സ് അപ്പോൾ നമ്മൾ എണ്ണിയിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും കണ്ടുപിടിക്കാം ഗായ്സ്. ഐറയെ കണ്ടു ഗായ്സ്.
തൂക്കിയിരിക്കും. നമുക്ക് ഇവിടെയൊക്കെ നോക്കാം. അതെ കണ്ട്. രണ്ടുപേരെല്ലാരും കണ്ടിട്ടുണ്ട്. ഇനി ഒരാളും കൂടെ ഉണ്ട്. ഇനി ഒരാൾ സയാനും കൂടെ ഉണ്ട്. സയാനും കൂടെ ഉണ്ട്. ഇനി സയാനും കൂടെ ഉണ്ട്. സയാന എവിടെ കാണും? ഒരു കാര്യം പറഞ്ഞുതരാം. ഞാനും അഹദും സയാനും കൂടിയിട്ട് മതിലിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാതായിരുന്നു നമ്മുടെ പ്ലാൻ അല്ലേ. സംഭവം നോക്കിയപ്പോൾ നമ്മളിങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഓടി സൗണ്ട് കേട്ടാൽ ഇങ്ങോട്ട് വന്ന് ഐറയും കണ്ടുപിടിച്ചുകൊണ്ടാണ് വന്നത് ആള്. സത്യം പറഞ്ഞാൽ അവൻ ഇവിടെ വന്നിട്ട് സയാൻ, ഞാൻ സയ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ആയെന്ന്. അപ്പൊ ആ ടൈമിൽ സയ ഇവിടുന്ന് ഓടിക്കളഞ്ഞു. എവിടെ ആണെന്ന് അറിഞ്ഞൂടാ. ഇതാണ്ട് ഇവിടെയാണ് നമ്മൾ ഒളിച്ചിരുന്നത് കേട്ടോ. നമ്മൾ ഒളിച്ചൊന്നും ഇരുന്നില്ല. സയ എന്താണ്ട് അങ്ങോട്ട് പോണ അതിൻ്റെ മൂലയോട്ട് പോണ സൗണ്ടൊക്കെ കേട്ട് ഇലയുടെ ഒക്കെ ഉള്ള കരിയൽ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ താണ്ട് ഇവിടെയാണ് നിരുന്നത്. അപ്പം പോയി കണ്ടുപിടിക്കാൻ പോണു. സയാനെ കണ്ടിട്ടുണ്ട് ഗായ്സ്. ഒരുത്തൻ കയറിയതാ കിടക്കുന്നു കള്ളൻ. അപ്പൊ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ ശരി ഗായ്സ്, ടാറ്റ കാണാം ഗായ്സ്. അപ്പൊ എണ്ണ തീർന്നിട്ടുണ്ട്. എന്തോന്നോ ഒരു സൗണ്ട് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. ഒന്നുമില്ല. വാ മക്കള് വാ. ഒരുത്തൻ കാട്ടിന്റെ ആദ്യം പോയി ഓടിക്കുള്ളൂ. ആ സെറ്റ് വാ, നീ പോയി നോക്കുമോ? എനിക്ക് തോന്നുന്നു താഴോട്ടാണ് ഓടുന്നത്. എന്നാണോ ആദ്യം കണ്ടത്? ഓക്കെ. ശുഭസന്യം തന്ത് ഇതൊക്കെ കിച്ചൺ സെറ്റാണ്. അത് ഐറ അന്നോണ്ട് ഒരുത്ത നിക്കണ്. ആഹിനെ കണ്ട് സയാനും അപ്പ അവിടെ തന്നെ കാണും. ഐറ സയാനെയാണ് ഗൈസ് ഇനി കണ്ടുപിടിക്കാനുള്ള. ഫർഹായും ആക്കിനെയും ഒക്കെ കണ്ടുപിടിച്ച്. ആരുമില്ല. അവിടെ സൗണ്ട് കേൾക്കുന്നു പക്ഷെ കാണാനില്ല. കാര്യം പറയട്ടെ, നിങ്ങൾക്ക് നമ്മുടെ വീടൊന്നും അറിയത്തില്ല. എനിക്ക് നമ്മുടെ വീട് കാണിച്ചു തരാം. ഇത് വന്നിട്ട് നമ്മുടെ വീടാണ്. ഇത് എൻ്റെ വീടാണ്. ഇത് ഐറയുടെ വീടാണ് ഗൈസ്. ഇവിടെ മതിലൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ബന്ധുക്കളാണ് കേട്ടോ, കസിൻസ് ആയതുകൊണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കോളനി പോലത്തെ സംഭവം. ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. ഇതാ ഒരാളെ കണ്ടിട്ടുണ്ട്. സൈബു മാമിയുടെ വീട്ടിൽ
വീട്ടിന്റെ ബാക്കിൽ അടുത്ത് ഒരാളും കൂടെ ഉണ്ടല്ലേ. ബാക്കിൽ പോയി നോക്കാം. രണ്ടുപേരും ഉണ്ട്. ഹൈറ അവിടെ. ഓ ഇങ്ങോട്ടാണ് അവള് കേറിയത്. അയ്യറേ കണ്ട് അയ്യറ ഫൗളേവാ. രണ്ടുപേരും കൂടി ഉണ്ട്. ഇവൻ പിടിച്ച് അവളെ തള്ളിയാണ് വെളിയിൽ തള്ളിയിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് കണ്ടത് ഫറഹായാണ്. എന്റെ ആ ഒരു കളിയും കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ അവസാനിക്കും. എത്ര മിനിറ്റ് ആയി കാണും? ഇപ്പോ ഒരു 11 മിനിറ്റ് ആയി കാണും. ഓ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയില് 10 മിനിറ്റ് ആയി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് 10 മിനിറ്റ്. ഇത് സെക്കൻഡ് പാർട്ട് അല്ലേ? ഫസ്റ്റ് പാർട്ട് അല്ലേ അത് കാണണമേ? കുറച്ച് ലെങ്ത് ആവും വീഡിയോ. കാരണം നിങ്ങൾക്ക് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, നമ്മുടെ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈഡ് ആൻഡ് സീക്ക് അങ്ങോട്ട് തുടങ്ങിയത്. അപ്പം നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്. വെറുതെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ? അതുകൊണ്ടാണ്. അവിടെയൊക്കെ ഇതെൻ്റെ അപ്പുറത്ത് കോവിലാണ് കേട്ടോ. അവിടെ വന്നിട്ട് കോവിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാൻ പാടില്ല. ഇവിടെ ഒരു കോവിലുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു വളയാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചിട്ടാണ്. ഒരുപാട് മരം ഉള്ളതുകൊണ്ട് ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ച കിടിലായിട്ട് ഇങ്ങനെ അടിക്കും കേട്ടോ. അത് തന്നെ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ വന്നിട്ട് ട്രിവാൻഡ്രം കൊടപ്പനമൂട്, അതായത് നെയ്യാറ്റിൻകര ആ ഒരു ഭാഗത്തൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു വെളിച്ചം അടിക്കത്തില്ല. അത് കിടിലാണ്. അന്നോണ്ടടുത്ത ഇരിക്കണ തളന്ന്. വെളുപ്പിലെ ഇവിടെ നല്ല മഞ്ഞൊക്കെ കോടമഞ്ഞാണ്. കോടമഞ്ഞ് മഴ പെയ്യുമ്പോ സെറ്റാണ് ഗൈസ് ഇവിടെ. അവിടെയൊക്കെ മല ഉണ്ട് കേട്ടോ. അവിടെ വന്നിട്ട് കബറൊക്കെയാണ്. ഇവിടെ വന്നിട്ട് അടുത്ത് വന്ന് പള്ളിയുണ്ട്. പള്ളിയുടെ താഴെ വന്നിട്ട് ഇറക്കാണ്. അപ്പൊ ഗൈസ് ഇന്ന് ഫറഹയാണ് എന്നാ ഉള്ളത്. ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് കാണുന്നുണ്ടാ? പരുന്താണ് ഗൈസ്. അതെ ഗൈസ്, കണ്ടോണ്ടിരിക്കുന്ന നല്ല വട്ടം ഇട്ട് പറക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനാണ് എണ്ണുന്നത്. അപ്പൊ നമുക്ക് എണീറ്റ് കാണാം. എല്ലാരും പൊക്കെ സമയമില്ല വിളിക്കാൻ. അപ്പൊ ഗൈസ് ഇനി എണ്ണീട്ട് കാണാം. അങ്ങ് നോക്കിക്കേ, അവളെ നോക്കിക്കേ, അവള് കണ്ടോ? ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ എണ്ണി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാൽ അവിടെ ഒരു ഗേറ്റുണ്ട്, അവിടെ നിന്ന് ഇറങ്ങിയാലും ഒരുമിച്ച് പോകാൻ പറ്റും. ഉണ്ടോ ഗൈസ്? ഇതാണ് നമ്മൾ എന്നും രാവിലെ എണീക്കുമ്പോൾ കാണുന്നത്. ഇവിടെ ഒരു മുള ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെടി ചട്ടിയിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് തറയിലിട്ട് വെച്ചിട്ടുണ്ട്. ആ ഇൻ്റർലോക്ക് മാറ്റിയിട്ട് അപ്പോൾ അതാണ്ട് വളർന്ന് കയറുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ വളർത്തുന്നതാണ് ഈ ചെടിയൊക്കെ. നമുക്ക് എല്ലാവരെയും കണ്ടുപിടിക്കാം. ഒരാളിതേ ഇവിടെ നിൽപ്പുണ്ട്. കാശ് ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സൗണ്ട് കേട്ടായിരുന്നു കേട്ടോ. ഇവിടെ ആരും ഓടിയതായിട്ടൊരു സൗണ്ട് എൻ്റെ എനിക്ക് ഞാൻ സൗണ്ട് സെൻസ് ചെയ്താണ് എല്ലാവരെയും കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവൻ ഇങ്ങോട്ട് ഈ വഴിയിൽ കൂടെ ആരും ഓടുന്നത് കണ്ടു. അങ്ങനെ ഞാൻ തൂക്കി. അടുത്ത ആളെ നമുക്ക് തൂക്കാൻ പോവാം. അയ്യോ കൊലിച്ചിൻ്റെ സൗണ്ടല്ലേ കേൾക്കണേ? നിന്റെ കൊലിച്ച് ഇല്ല, നേരത്തെ. ഇവിടെയൊക്കെ തന്നെ ആരെങ്കിലുമൊക്കെ കാണും. നമ്മൾ കണ്ടില്ലായിരുന്നു, ഇപ്പൊ സൗണ്ട് ഇട്ടാണ് വിളിച്ചത്. എന്തായാലും നമ്മളെ കാണുമല്ലോ, അതുകൊണ്ട് അങ്ങ് ഇറങ്ങി വന്ന്. നല്ലോണം സൗണ്ട് കേൾക്കണേ, സംസാരിച്ചാൽ. ഓക്കെ, ഒരാളെ കണ്ടോ നിങ്ങൾ? കണ്ടോ?
അടുത്ത ആളെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ഇല്ല ഇല്ല എക്സ്പ്ലോർ ചെയ്യണ്ടേ അല്ലേ എക്സ്പ്ലോർ ചെയ്യണ്ടേ ആ ഒരാളെ കണ്ടിട്ടുണ്ട് ഐറ വാ, ഐറ വാ. ഐറ സൈബോമിന്റെ വീടിന്റെ ബാക്കിലായിരുന്നു നമുക്ക് ഫ്രണ്ടിൽ വന്നതാണ് ഫ്രണ്ടിൽ കാണാം അന്നാ വരുന്നു ഗെയിം കളിച്ചാൽ കമന്റ് ആണ് ഗൈസ്. അതെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത് എന്തൊരു ഗെയിം വേണമെന്ന് ഇതാക്കണം. അടുത്ത് നിങ്ങൾ കമന്റ് ഇടാണ്. ഇപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് പാർട്ട് 3 വേണമെന്ന് പറഞ്ഞാൽ ഈ കുഴപ്പത്തിന് മൂട് മൊത്തം നമ്മൾ നാളെ വന്നിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. അതായത് ഇന്ന് എടുക്കുന്ന വീഡിയോ നാളെ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അത് 9-ാം തീയതി വന്നിട്ട് നമ്മളൊരു വീഡിയോ ഇടും. ഇന്ന് എടുക്കും നമ്മളെ വീഡിയോ, നാളെ അപ്ലോഡ് ചെയ്യും. രണ്ടും ഒരേ സമയത്ത് ഓക്കെ അല്ല ഗൈസ്, അതന്നെ അതുകൊണ്ട് തന്നെ നാളെ ആയിരിക്കും വീഡിയോ ഇടുന്നത്. ഇന്ന് എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവന് എപ്പോഴും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ക്ലിപ്സൊക്കെ അങ്ങോട്ട് മാറിയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തൊരു കുറച്ച് സമയം എടുക്കത്തില്ല. അപ്പം വേറൊരു കാര്യം പറഞ്ഞാൽ ഇടുന്ന ഗെയിമിൻ്റെ പേര് നമ്മളൊരു ക്ലൂ തന്നിട്ടുണ്ട്. ഇനി ക്ലൂ ഒന്നും പറയത്തില്ല. അതുകൊണ്ട് ആരും ഉണ്ടല്ലേ, നിങ്ങൾ സർപ്രൈസ് ആയിട്ട് കാണണം അല്ലേ. സർപ്രൈസ് ആയിട്ട് കാണും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.